നോക്കൂ, ഇപ്പോൾ ഈ ഗവൺമെന്റ് രേഖ വ്യക്തമാക്കുന്നത് 4 ലക്ഷം രൂപ വരെ നികുതി ഇല്ല, 4 മുതൽ 8 ലക്ഷം വരെ 5%, 8 മുതൽ 12 ലക്ഷം വരെ 10%, 12 മുതൽ 16 ലക്ഷം വരെ 15%, 16 മുതൽ 20 ലക്ഷം വരെ 20%, 20 മുതൽ 24 ലക്ഷം വരെ 25%, അതിന് മുകളിൽ 30% എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് അറിയേണ്ടത്, ഇപ്പോൾ പല ആളുകളും കൺഫ്യൂഷൻ ചോദിക്കുന്നുണ്ട്. 12 ലക്ഷം വരെ നികുതി ഇല്ല എന്ന് പറഞ്ഞിട്ട് 4 മുതൽ 8 വരെ 5% എന്ന് പറഞ്ഞല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് ഇങ്ങോട്ടൊക്കെ വിളിച്ച്. അപ്പോൾ അതിലൊരു അങ്ങയുടെ ഭാഗത്തു നിന്നൊരു ക്ലാരിഫിക്കേഷനാണ് ഞാൻ ചോദിക്കുന്നത്. എങ്ങനെയാണ് ഈ നികുതി കമ്പ്യൂട്ട് ചെയ്യുന്നതെന്നാണ്. ഇപ്പോൾ 16 ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ള ആൾ, ആ വരുമാനമുള്ള 16 ലക്ഷം രൂപയുടെ നികുതി എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക? അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ 4 ലക്ഷത്തിന് നികുതി ഇല്ലാതിരിക്കുകയും പിന്നീടുള്ള 8 ലക്ഷം വരെയുള്ള 4 മുതൽ 8 വരെ ലക്ഷം വരയ്ക്ക് 5% തുടങ്ങി 12 മുതൽ 16 വരെയുള്ള ആ തുകയ്ക്ക് 15% എന്ന ക്രമത്തിലാണോ? അപ്പോൾ സ്വാഭാവികമായും TDS ആണ്, ഡിഡക്ട് ചെയ്യുകയാണ്. ആ ഡിഡക്ഷനിൽ കുറവ് വരുമെന്നാണോ? എങ്ങനെയാണ് ഇത് ഇഫക്ട് ചെയ്യുക? ഒരു കോമൺ മാനെ സംബന്ധിച്ച്, ഒരു സാലറീഡ് ക്ലാസ്സിൽ പെടുന്ന ഒരാളെ സംബന്ധിച്ച് ഇത് എങ്ങനെയാണ് അയാൾക്ക് ഇഫക്ട് ചെയ്യുക? 16 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ആളിന് എങ്ങനെ, എത്ര രൂപ ടാക്സ്? ടാക്സബിൾ മിനിമം എന്ന് പറയുന്നത് 4 ലക്ഷമാണ്. 4 ലക്ഷത്തിന് മീതെ ഉള്ളതിന് ടാക്സ് അടയ്ക്കണം. അത് 12 ലക്ഷം വരെ ഗവൺമെൻറ് ഒരു പ്രത്യേക സെക്ഷൻ പ്രകാരം 87A എന്ന് പറയുന്ന ഒരു ഇൻകം ടാക്സ് ആക്ടിലെ ഒരു റിബേറ്റ് സെക്ഷനുണ്ട്. ആ സെക്ഷൻ പ്രകാരം ടാക്സ് ലയബിലിറ്റി 0 ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് എല്ലാ ടാക്സിനും ഇല്ല. ഇപ്പോൾ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ആണെങ്കിൽ ഇങ്ങനെ ഒരു റിബേറ്റ് കിട്ടില്ല. ഇനി എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു 0 to 4 lakhs മാത്രം വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ടാക്സബിൾ മിനിമം 12 ലക്ഷം ആക്കി കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 8 കോടിയോളം റിട്ടേണുകളാണ് ഫയൽ ചെയ്യുന്നത്. ഈ 8 കോടിയിൽ 6 കോടി റിട്ടേണും ഫയൽ ചെയ്യുന്നവരുടെ ടാക്സബിൾ ഇൻകം 10 ലക്ഷത്തിൽ താഴെയാണ്. 6 കോടി റിട്ടേൺ ഫയൽ ചെയ്യുന്നവരുടെ ടാക്സബിൾ ഇൻകം 10 ലക്ഷത്തിൽ താഴെയാണ്. അപ്പോൾ 12 ലക്ഷമാണ് ടാക്സബിൾ മിനിമം എന്നുള്ള ഒരു നിയമം വന്നു കഴിഞ്ഞാൽ ഇവിടെ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് 2 കോടിയായിട്ട് ചുരുങ്ങും. അത്തരമൊരു സാഹചര്യം ഉണ്ടാക്കാൻ ഗവൺമെൻറ്റിന് താല്പര്യമില്ല. പക്ഷേ അതോടൊപ്പം തന്നെ നികുതിദായകർക്ക് വലിയ ഒരു ആശ്വാസം കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് റിബേറ്റ് കൊടുക്കുന്നത്. ഈ കൊടുക്കുന്നത് റിബേറ്റാണ്. 4 ലക്ഷത്തിൽ കൂടുതലുള്ളവരെല്ലാവരും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. ആ ഫയൽ ചെയ്ത് അവരുടെ ടാക്സ് ലയബിലിറ്റി കണക്കാക്കണം. ആ കണക്കാക്കി കഴിഞ്ഞ് എത്രയാണോ ടാക്സ് ലയബിലിറ്റി, 60,000 രൂപയാണ് മാക്സിമം റിബേറ്റ് കൊടുക്കുന്നത്. ആ 60,000 രൂപ അതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളതാണ് 0 ആയി വരും. 12 ലക്ഷമാണ് ഇൻകമെങ്കിൽ. അപ്പോൾ ടാക്സബിൾ ഇൻകം എന്ന് പറഞ്ഞാൽ 4 ലക്ഷം വരെയാണ് ടാക്സബിൾ മിനിമം എന്ന് പറയുന്നത്. അപ്പോൾ 4 ലക്ഷത്തിനും 6 ലക്ഷത്തിനും 8 ലക്ഷത്തിനും ഒന്നും ടാക്സ് കൊടുക്കണ്ട. TDS എംപ്ലോയർ ടാക്സ് ഡിഡക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, പ്രൊവൈഡഡ് ഹി ഡസ് നോട്ട് ഹാവ് എനി അതർ സോഴ്സ് ഓഫ് ഇൻകം. വേറെ ക്യാപിറ്റൽ ഗെയിൻസോ ലോട്ടറി അല്ലെങ്കിൽ ഹോഴ്സ് റേസ് അങ്ങനെ മറ്റ് സോഴ്സിൽ നിന്നും വേറെ റേറ്റിൽ ടാക്സ് ചുമത്തുന്ന ഇൻകമുണ്ട്. അതിന് ഇത് ബാധകമല്ല. അപ്പോൾ 12 ലക്ഷത്തിന് മീതെ 16 ലക്ഷം വന്നാൽ 12 ലക്ഷം വരെയും അതിന് ബാക്കിയുള്ളതിന് 15 ലക്ഷവും 12 ലക്ഷം വരെ 0 അല്ല ഇൻകം. അത് വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. 12 ലക്ഷം വരെ 0, അത് കഴിഞ്ഞ് 12നും 16നും ഇടയിൽ 15% എന്നല്ല. 4 ലക്ഷം മുതൽ ടാക്സ് കൊടുത്തേ പറ്റൂ 16 ലക്ഷം ഉള്ള ഒരാൾക്ക്. ഇത് റിബേറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്, അല്ലാതെ ടാക്സബിൾ. എന്റെ ചോദ്യം വിജയകുമാർ, ഇപ്പോൾ 16 ലക്ഷം ആണെങ്കിൽ 16 ലക്ഷം 12 മുതൽ 16 ലക്ഷം വരെയുള്ള ഇൻകം ക്ലാസ്സിന് 15% ടാക്സ്. അയാളുടെ മുഴുവൻ 16 ലക്ഷത്തിനും 15% നിരക്കിൽ കൊടുക്കണോ എന്നുള്ളതാണ് ചോദ്യം. ഇല്ല 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 ഇല്ല, തീർച്ചയായിട്ടും വേണ്ട. 60,000 പ്ലസ് 15% വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ആനുകൂല്യം 4 തൊട്ട് 8 വരെ ലക്ഷത്തിന് എല്ലാ ആളുകൾക്കും ആനുകൂല്യമുണ്ട്. ഇതിലൊരു പീനൽ പ്രൊവിഷൻ പോലെ ഒന്നുമില്ല, എല്ലാവർക്കും ആനുകൂല്യം കിട്ടുന്നുണ്ട്. അതായത് 4 ലക്ഷം അധികം വരുന്ന 4 ലക്ഷത്തിന് നികുതി കൊടുത്താൽ മതി എന്നതാണോ? ഇപ്പോൾ 12 ആണല്ലോ സ്ലാബ്. 16 ലക്ഷം രൂപ മാസം ഒരു വർഷം ശമ്പളമുള്ള ആൾക്ക് അധികമുള്ള 4 ലക്ഷത്തിന്റെ നികുതിയാണോ? അല്ല, അധികമുള്ള 4 ലക്ഷത്തിന്റെ മാത്രമല്ല, 4 മുതൽ 8 ലക്ഷം വരെ 5% കൊടുക്കണം. 8 മുതൽ 12 വരെ ഉള്ള ലക്ഷത്തിന് 10%, 12 മുതൽ 16 ലക്ഷം വരെ ഉള്ളതിന് 15% അത് കൊടുക്കണം. അത് 60,000 വരും. 60,000 പ്ലസ് 15% വരുന്നത്. ശരി, ഇപ്പോഴാണ് ആ കാര്യത്തിൽ ഒരു കൂടുതൽ ക്ലാരിറ്റി വന്നത്. ഈ മേഖലയിൽ ഉള്ള ആളുകൾക്കാണ് അതേക്കുറിച്ച് കൂടുതൽ ധാരണ ഉണ്ടാവും. പല ആളുകളും വിളിച്ച് ഇപ്പോൾ നമ്മൾ എത്ര വിശദീകരിച്ചിട്ടും സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളും ഈ സംശയങ്ങൾ ചോദിക്കുന്നത്.